ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ജെമിനി 3 ഡീപ് തിങ്ക് എന്ന ഏറ്റവും പുതിയ റീസണിംഗ് മോഡൽ അവതരിപ്പിച്ച് ഗൂഗിൾ കമ്പനി. ആഴത്തിലുള്ള അനലിറ്റിക്കൽ, മൾട്ടി സ്റ്റെപ്പ് റീസണിംഗ് ജോലികൾ എന്നിവ കൂടുതൽ കൃത്യതയോടെ നിർവഹിക്കാൻ ജെമിനി 3ക്ക് സാധിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഓപ്പൺ എഐ പോലുള്ളവരുടെ മുന്നിൽ തുടക്കത്തിൽ പകച്ചുപോയെങ്കിലും നിർമ്മിത ബുദ്ധി മേഖലയിലും ഒന്നാമനാകാൻ ഇറങ്ങിത്തിരിച്ച ഗൂഗിളിന്റെ ഏറ്റവും പുതിയ നീക്കവും കിടിലം. ജെമിനി 3 ഡീപ് തിങ്ക് എന്ന ഏറ്റവും പുതിയ റീസണിംഗ് മോഡലാണ് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. ആഴത്തിലുള്ള അനലിറ്റിക്കൽ, മൾട്ടി സ്റ്റെപ്പ് റീസണിംഗ് ജോലികൾ കൂടുതൽ കൃത്യതയോടെ നിർവഹിക്കാൻ സാധിക്കുന്ന മോഡലാണിതെന്ന് ഗൂഗിൾ അവകാശപ്പെടുന്നു. അതിവൈദഗ്ധ്യമുള്ള മനുഷ്യർ നിർവഹിക്കുന്ന ജോലികൾ ഇനി ജെമിനി 3 ഡീപ് തിങ്ക് ചെയ്യുമെന്നാണ് അവകാശവാദം. ഒരേ സമയം നിരവധി റീസണിംഗ് ജോലികൾ സമാന്തരമായി ചെയ്യുകയും ഉത്തരത്തിന്റെ ഒന്നിലേറെ സാധ്യതകൾ നൽകുകയും ചെയ്യുന്നതാണ് ഡീപ് തിങ്കിന്റെ പ്രധാന സവിശേഷത. പെർഫോമൻസിന്റെ കാര്യത്തിൽ നിലവിലെ എഐ റീസണിംഗ് മോഡലുകളെയെല്ലാം ഇത് കടത്തിവെട്ടുമെന്നാണ് ടെക് വൃത്തങ്ങൾ പറയുന്നത്. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും മികച്ച റീസണിംഗ് സിസ്റ്റമാണ് ഡീപ് തിങ്ക് എന്ന് തന്നെയാണ് കമ്പനി വിശേഷിപ്പിക്കുന്നത്. ചാറ്റ് അടിസ്ഥാനത്തിലുള്ള നിലവിലെ എഐ മോഡലുകൾക്ക് പകരം യഥാർത്ഥ ലോകത്തെ ശാസ്ത്രീയ വിശകലന ടാസ്കുകൾ ഇത് പരിഹരിക്കുമത്രേ. കൂടുതൽ പണമടയ്ക്കുന്ന സബ്സ്ക്രൈബർമാർക്ക് ജെമിനി ആപ്പിൽ പ്രോംപ്റ്റ് ബാറിൽ നിന്ന് ഡീപ് തിങ്ക് മോഡ് തിരഞ്ഞെടുത്ത് മോഡലായി ജെമിനി 3 മോഡൽ സെലക്ട് ചെയ്താൽ മതി. ഈ മോഡ് എല്ലാ ഉപകരണങ്ങളിലും തടസ്സമില്ലാതെ പ്രവർത്തിക്കും. ലളിതമായ ചോദ്യങ്ങൾ മുതൽ അതിസാങ്കേതിക പ്രശ്നങ്ങൾക്ക് വരെ കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചുള്ള മറുപടികൾ ഇതിൽ നിന്ന് ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മഹീന്ദ്രയുടെ ജനപ്രിയ SUV-യായ സ്കോർപിയോ N-ന് 2026-ൽ ഫേസ് ലിഫ്റ്റ് നൽകാൻ ഒരുങ്ങുകയാണ് കമ്പനി. ഈ മിഡ് സൈക്കിൾ അപ്ഡേറ്റിൽ നിരവധി പുതിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മഹീന്ദ്ര SUV 700-ന്റെ അപ്ഡേറ്റ് ചെയ്ത പതിപ്പിന് ശേഷം 2026-ൽ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ജനപ്രിയ SUV-യുടെ മിഡ് സൈക്കിൾ അപ്ഡേറ്റിനായുള്ള ഒരുക്കത്തിലാണ് മഹീന്ദ്ര. വരാനിരിക്കുന്ന മഹീന്ദ്ര സ്കോർപിയോ N ഫേസ് ലിഫ്റ്റിൽ നിലവിലുള്ള പവർ ട്രെയിൻ ഓപ്ഷനുകൾ നിലനിർത്തിക്കൊണ്ട് ചെറിയ ഡിസൈൻ മാറ്റങ്ങളും ശക്തമായ സവിശേഷതകളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മഹീന്ദ്ര സ്കോർപിയോ N ഫേസ് ലിഫ്റ്റ് ടെസ്റ്റ് മോഡലിന്റെ പുറത്തുവന്ന ചിത്രങ്ങളിൽ SUV-യുടെ മുൻവശത്തെ പ്രൊഫൈലിൽ കാര്യമായ മാറ്റങ്ങൾ വെളിപ്പെടുത്തുന്നു. പുനർരൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഗ്രിൽ, പുനർരൂപകൽപ്പന ചെയ്ത LED DRL, പുതിയ ഫ്രണ്ട് റിയർ ബമ്പറുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അലോയ് വീലുകൾക്കും ഒരു ഫേസ് ലിഫ്റ്റ് ലഭിച്ചേക്കും. SUV-ക്ക് കൂടുതൽ പരുക്കൻ രൂപം നൽകുന്നതിന് മഹീന്ദ്ര അലോയ് വീലുകൾ 19 ഇഞ്ചായി ഉയർത്താനും സാധ്യതയുണ്ട്. ഇതിൽ നിരവധി പ്രധാന ക്യാബിൻ അപ്ഗ്രേഡുകളും ഉണ്ടാകും. പുതിയ ഫ്രണ്ട്, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, പനോരമിക് സൺറൂഫ്, പൂർണ്ണമായും ഡിജിറ്റൽ TFD ഡ്രൈവർ ഡിസ്പ്ലേ എന്നിവ SUV-ൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് അതിന്റെ പ്രീമിയം ലുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. മറ്റു മാറ്റങ്ങളിൽ ഒരു ഓട്ടോ പാർക്ക് ഫംഗ്ഷനും ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി മുതൽ ഇന്ത്യൻ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് വിളിക്കുന്ന എല്ലാവരുടെയും KYC രജിസ്റ്റർ ചെയ്ത പേര് ഫോണുകളിൽ തെളിയും. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ സംവിധാനം നടപ്പിലാക്കാൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ടെലികോം ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകും. സ്പാം കോളുകൾ കണ്ടുപിടിക്കുന്നതിനായി സ്വീകരിച്ചിരിക്കുന്ന പുതിയ സംവിധാനമാണിത്. ഇന്ത്യൻ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് വിളിക്കുന്ന എല്ലാവരുടെയും KYC രജിസ്റ്റർ ചെയ്ത പേര് കാണിക്കാൻ ടെലികോം ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ്. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ സംവിധാനം നടപ്പിലാക്കാനാണ് തീരുമാനം. നിലവിൽ ഹരിയാനയിൽ മാത്രമാണ് ഇത് സംബന്ധിച്ച ഒരു പരീക്ഷണം നടക്കുന്നത്. കോളർ നെയിം പ്രസന്റേഷൻ എന്നറിയപ്പെടുന്ന ഈ സവിശേഷത റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ പോലുള്ള ടെലികോം ഓപ്പറേറ്റർമാർ ചില കോളുകളെ സംശയിക്കപ്പെടുന്നു അല്ലെങ്കിൽ സംശയാസ്പദമാണ് എന്ന് ഫ്ലാഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ആ വാക്കുകൾക്ക് പകരം കോളർ ID ഒരു നമ്പർ രജിസ്റ്റർ ചെയ്ത പേര് പ്രദർശിപ്പിക്കും. തട്ടിപ്പ്, സ്പാം കോളുകൾ എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനുള്ള ഒരു പ്രധാന നടപടിയായി 2022 മുതൽ ഈ നീക്കം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. കോൾ എടുക്കുന്നതിന് മുൻപ് തന്നെ ആരാണ് വിളിക്കുന്നതെന്ന് സ്ക്രീനിൽ കാണുകയാണ് ചെയ്യുന്നത്. ഖത്തർ പോലെയുള്ള കോളർ നെയിം പ്രസന്റേഷൻ CNAP നടപ്പിലാക്കിയ രാജ്യങ്ങൾ കോർപ്പറേറ്റുകൾക്ക് മാത്രമേ അങ്ങനെയൊരു സൗകര്യം ചെയ്തിരുന്നുള്ളൂ. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ഐഡന്റിറ്റി തട്ടിപ്പുകൾ, ഫോൺ വഴിയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവ തടയാൻ CNAP സംവിധാനത്തിന് നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. കോൾ സ്വീകർത്താക്കളിൽ നിന്ന് ഒരാളുടെ പേര് മറച്ചുവെക്കുന്നത് മന്ത്രിമാർ, ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ നിയന്ത്രിത ലൈൻ സൗകര്യ ഉപഭോക്താക്കൾക്ക് മാത്രമേ ലഭ്യമാകുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.